ലക്ഷം രൂപ മുതലുള്ള വാഹനങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വാഹനങ്ങളാണ്. ഏതൊക്കെ വാഹനങ്ങളാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ കറന്റ് ലൊക്കേഷൻ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. മലപ്പുറം ഡിസ്ട്രിക്റ്റില് പാണ്ടിക്കാടാണ് കേട്ടോ നമ്മുടെ ഷോറൂം വരുന്നത്. അതായത് മഞ്ചേരി റോട്ടുമ്പോ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം ഭാഗത്തുള്ളവർക്കായിട്ട് കൊല്ലം പാലത്തറയിൽ നമ്മുടെ ഷോറൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെഹിക്കിളിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്രെറ്റയാണ് കേട്ടോ. ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു കിഡിലൻ ക്രെറ്റയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. 2019 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 1,49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള E+ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വാഹനമാണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്ക് ടോട്ടലായിട്ട് തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. VDI ഓപ്ഷനിൽ വരുന്ന 48,000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ മാസം അടുത്ത മാസം പർച്ചേസ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമ്മൾ കിഡിലെ ഓഫറിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനങ്ങൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം അടുത്ത മാസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് 2 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യം കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, മാക്സിമം വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മാസം അടുത്ത മാസം തന്നെ ചൂസ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ഫുൾ ടാങ്ക് ഫ്യൂവല് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസം അടുത്ത മാസമായിട്ട് തന്നെ മാക്സിമം വെഹിക്കിൾ എടുത്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ഒരു റെഡ് കളറിൽ വരുന്ന എത്തിയോസ് ലിവ ആണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഇത് വെറും 93,000 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. VDI ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ഡീസൽ വാഹനം തന്നെയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എന്തായാലും ഈ മാസം തന്നെ ചൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വെഹിക്കിളിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് ഒരു ഓറഞ്ച് റെഡ് കളറിൽ വരുന്ന ഒരു ടിയാഗോ ആണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്ന. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം തന്നെയാണ്. 2022 മോഡലിൽ വരുന്ന 23 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള, അതായത് 28,000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള XZ+ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ സിംഗിൾ RC ഓണറിൽ വരുന്ന സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അടുത്തതായിട്ട് വീണ്ടും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പെട്രോൾ വാഹനം തന്നെയാണ്. ഹോണ്ട അമേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 2023 മോഡലിൽ വരുന്ന ഒരു 43,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്. VX വേരിയന്റിൽ വരുന്ന സെക്കൻഡ് RC ഓണറിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുൾ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം കൂടിയാണ്. ലേഡീസിന് എപ്പോഴും കംഫർട്ട് എപ്പോഴും ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലെ. അപ്പൊ ലേഡീസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ
അപ്പൊ അടുത്തതായിട്ട് സുസുക്കിയുടെ ബലേനോ ആണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2021 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 44,000 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡെൽറ്റ വേരിയന്റിൽ വരുന്ന 3rd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു. അതുപോലെ തന്നെ വാഗനർ നോക്കുന്നവർക്ക് കേട്ടോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമും കൂടിയാണ് കേട്ടോ. ഏകദേശം 4ഓളം വാഗനർ നമ്മുടെ കൈകളിൽ ഇപ്പോൾ റെഡി ആയിട്ട് സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന 2018 മോഡലിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വാഹനമാണ്. VXi വേരിയന്റിൽ വരുന്ന 79,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് കേട്ടോ. സിംഗിൾ RC ഓണറിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഒരു കോഫി ടച്ച് കളറിൽ വരുന്ന വാഗനറാണ്. ഇനി ഒരു സിൽവർ കളറിൽ വരുന്ന വാഗനറാണ് കേട്ടോ. 2016 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 72,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. LXi വേരിയന്റിൽ വരുന്ന 3rd RC ഓണറിൽ വരുന്ന വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ പെട്രോൾ CNG കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിൽ റീ രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ് കേട്ടോ. അതൊന്നുകൂടി എടുത്ത് പറയാൻ റീ രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ എക്സ്റ്റീരിയർ നമുക്ക് ഒന്ന് കാണാം. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വൈറ്റ് കളറിൽ വരുന്ന വാഗനർ തന്നെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ വരുന്ന 65,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള VXi വേരിയന്റിൽ വരുന്ന സിംഗിൾ RC ഓണറിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ വാഹനമാണ് കേട്ടോ. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2014 മോഡൽ വാഗനർ ആണ് കേട്ടോ. ഇത് 87,000 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LXi വേരിയന്റിൽ വരുന്ന 2nd RC ഓണറിൽ വരുന്ന പെട്രോൾ വാഹനമാണ്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ 2-3 വാഹനങ്ങൾക്ക് സർവീസ് ഇല്ല കേട്ടോ. സർവീസ് ഇല്ലാത്ത വെഹിക്കിൾ തന്നെയാണ്. ഇത് എടുത്തു പറയാണ് വീഡിയോയിൽ. സർവീസ് ഇല്ല, മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ പ്രോപ്പർ സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞ വാഹനങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഇടക്കായിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. ഇല്ലാത്ത വെഹിക്കിൾ ഇല്ലാന്ന് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് എക്സ്ചേഞ്ച് വാഹനങ്ങളും ഉണ്ട്, അതോടൊപ്പം അല്ലാതെ വന്ന വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ ഏത് വാഹനമാണോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തൊട്ട് പ്രീമിയം ലക്ഷറി സെഗ്മെന്റിൽ വരെ വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നല്ല കിടിലൻ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഫുൾ ടാങ്ക് ഫ്യൂവൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം അടുത്ത മാസം പർച്ചേസ് ചെയ്യുന്ന 2 പേർക്ക് നമ്മൾ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിടിലൻ ഓഫറിലാണ് ഓരോ വെഹിക്കിളും നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ ഈ മാസം തന്നെ ചൂസ് ചെയ്തോളൂ.